മനോരമയിൽ ഇന്നലെ വന്ന ഈ വാർത്ത ആരും കാണാതെ പോകരുത്. വായനക്കാർക്കെല്ലാം മറവി രോഗമാണെന്ന് തോന്നും ഈ വാർത്ത കണ്ടാൽ. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. നാഗർകോവിൽ മാംഗ്ലൂർ റൂട്ട് ട്രെയിൻ വേഗം കൂട്ടണമെങ്കിൽ 3ഉം 4ഉം പാത അനിവാര്യം. ഈ തലക്കെട്ട് വായിച്ചാൽ തോന്നുക നിലവിലുള്ള റെയിൽവേ ലൈനിന് സമാന്തരമായി 3ഉം 4ഉം പാത സ്ഥാപിച്ചാൽ മതി എന്നല്ലേ. അതായത് തീർത്തും സിമ്പിൾ എന്ന് തോന്നിക്കുന്ന ഒരു പരിപാടി. സംസ്ഥാന സർക്കാർ ആലോചിക്കുന്ന കേരയിൽ അല്ല, പകരം 3ഉം 4ഉം പാത വന്നാൽ മതി എന്നും വേണമെങ്കിൽ വായനക്കാർക്ക് തെറ്റിദ്ധരിക്കാം. നേരത്തെ ഇതേ മനോരമയും ഇവിടുത്തെ പ്രതിപക്ഷവും സകലമാന പരിസ്ഥിതി തീവ്രവാദികളും പറഞ്ഞത് എന്തിനു പുതിയ പാത, നിലവിലുള്ള പാതയുടെ വളവും തിരവും നികത്തിയാൽ പോരെ എന്നൊക്കെയാണ് കേട്ടോ. അങ്ങനെ അലമ്പുണ്ടാക്കി സർവേ കല്ല് പറിച്ചും വാഴ നട്ടുമൊക്കെ നടത്തിയ അക്രമ സമരങ്ങൾക്ക് ഹല്ലേലൂയ പാടിയ പത്രമാണ് മനോരമ. കേരളിനെതിരെ നാടെങ്ങും കലാപത്തിന് എണ്ണയൊഴിച്ച് പ്രചരണ കോലാഹലം നടത്തിയ പത്രം. എന്നാൽ ആ പത്രം ഇന്ന് നൽകിയ വാർത്തയുടെ ഡീറ്റെയിൽസ് നോക്കൂ. പുതിയ അലൈൻമെൻറ്റിൽ 3ഉം 4ഉം പാതകൾ വന്നാൽ വേഗം കൂടിയ ട്രെയിനുകൾക്കായി അത് മാറ്റിവെക്കാനാകും. നിലവിലുള്ള ഇരട്ടപ്പാത വേഗം കുറഞ്ഞ ട്രെയിനുകൾക്കും സബർബൻ സർവീസിനും ഉപയോഗിക്കാം. സബർബൻ ട്രെയിൻ കേരളത്തിന് അനുവദിക്കാത്തതിന് പ്രധാന തടസ്സമായി റെയിൽവേ ചൂണ്ടിക്കാട്ടിയിരുന്നത് പ്രത്യേക പാത ഇല്ല എന്നതാണ്. പുതിയ 3ഉം 4ഉം പാത വന്നാൽ ഇപ്പോഴുള്ള ഇരട്ടപ്പാത നാഗർകോവിൽ മാംഗ്ലൂരു സബർബൻ ഇടനാഴിയായി ഉപയോഗിക്കാൻ കഴിയും. ഇതിനെ വിവിധ മേഖലകളായി തിരിച്ച് മുംബൈ മാതൃകയിൽ മിനിറ്റുകൾ ഇടവിട്ട് സബർബൻ ട്രെയിൻ ഓടിക്കാനും കഴിയും. നിലവിലെ ട്രാക്കുകളിൽ നിന്നും ഏറെ മാറിയാണ് 3ആം പാതയുടെ സർവേ നടക്കുന്നത്. പഴയ പാതയിലെ വേഗം കൂട്ടാനുള്ള സർവേയും 3ആം പാതയുടെ സർവേയും നടക്കുന്നുണ്ടെങ്കിലും സർവേ റിപ്പോർട്ടുകൾ ലഭിച്ച് അവ താരതമ്യം ചെയ്ത് റെയിൽ ബോർഡ് തീരുമാനമെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. ഇതൊക്കെയാണ് മനോരമയുടെ വിലയിരുത്തൽ. ഇതിന് സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? അതും മനോരമ തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെ: ഇതിനൊന്നും കാത്തു നിൽക്കാതെ പുതിയ 3ഉം 4ഉം പാതയ്ക്ക് മുൻഗണന നൽകണമെന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുത്താൽ മാത്രമേ നടപടികൾ വേഗത്തിലാകൂ. ഇനി കാര്യത്തിലേക്ക് വരാം. മനോരമ പറയുന്നത് തന്നെ കടമെടുത്താൽ നിലവിലെ പാതകളിൽ നിന്നും ഏറെ മാറിയാണ് 3ആം പാതയുടെ സർവേ നടക്കുന്നത്. അതും പോരാ, പുതിയ അലൈൻമെൻറ്റിൽ 3ഉം 4ഉം പാതകൾ വന്നാൽ വേഗം കൂടിയ ട്രെയിനുകൾക്കായി അത് മാറ്റിവെക്കാനാകും. നോക്കൂ, ഇങ്ങനെ പുതിയ അലൈൻമെൻറ്റിൽ വേഗം കൂടിയ പാത ഉണ്ടാക്കാനല്ലേ കേരയിൽ സർവേ നടത്തിയത്? ആ സർവേയുടെ പേരിലല്ലേ നാട്ടിൽ കലാപം അഴിച്ചുവിട്ടതും കുറ്റിപ്പറിച്ചതും? അപ്പോൾ സർക്കാർ വീണ്ടും അത്തരമൊരു സർവേ നടത്തുമ്പോൾ ജനങ്ങളെ ഇളക്കി വിടാനാണോ മനോരമ ശ്രമിക്കുന്നത്? അതല്ലെങ്കിൽ അന്ന് നടത്തിയ സർവേക്കെതിരെ കലാപാഹ്വാനം നടത്തിയതിന് മാപ്പ് പറയുമോ? അന്ന് ചെയ്തത് തെറ്റാണെന്നും ആ സർവേ അനിവാര്യമാണെന്നും ഫോളോ അപ്പ് വാർത്തകൾ നൽകി സർക്കാർ നടപടിക്ക് പിന്തുണ നൽകുമോ? കേരളിനായി സംസ്ഥാന സർക്കാർ കേന്ദ്ര അനുമതിക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ പിന്തുണക്കുമോ? നിങ്ങൾ കൂടി പ്രചാരണത്താൽ ജയിച്ച ആ 19 MP-മാരോട് ഇത്തരത്തിൽ ഒരു 3ആം പാത അനിവാര്യമാണെന്നും അതിന് സർവേ നടക്കുന്നതിന് സർക്കാരിനെ പിന്തുണക്കുമെന്നും കേന്ദ്ര അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കണമെന്നും ആവശ്യപ്പെടുമോ? ഇനി കേരയിൽ എന്ന പേര് മാത്രമാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ അതിനെ പേര് മാറ്റി മനോരമ ഇമ്പാക്ട് റെയിൽ എന്നോ എന്ത് മണ്ടാങ്കട്ടയായോ വിശേഷിപ്പിച്ചോളൂ. അതല്ലാതെ സർക്കാർ പുതിയ 3ഉം 4ഉം പാതയ്ക്ക് മുൻഗണന നൽകണമെന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്നതിനെ സ്വദേശാഭിമാനി പറഞ്ഞ പോലെ പിതൃശൂന്യ പത്രപ്രവർത്തനം എന്ന് മാത്രമേ വിളിക്കാനാകൂ. മനോരമയുടെ കുംഭസാരം ഇങ്ങനെ ചുരുക്കിയും വായിക്കാം. 3ഉം 4ഉം പാത വരാതെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല. നിലവിലെ പാതയിൽ വേഗം കൂട്ടാനുള്ള ശ്രമങ്ങൾ ഗുണം ചെയ്യില്ല. തിരുവനന്തപുരം കായംകുളം പാത വേഗം 110 കിലോമീറ്റർ ആക്കിയിട്ടും ഗുണമുണ്ടായിട്ടില്ല. വളവുകൾ നിവർത്തി വേഗം കൂട്ടാൻ പലയിടത്തും ബൈപ്പാസ് വേണം. അതിന് കൂടുതൽ ഭൂമി ഏറ്റെടുക്കണം, ചിലവുണ്ടാകും. ഈ കുംഭസാരം വായിക്കുന്ന പ്രിയ മനോരമ വായനക്കാരെ, കേരയിൽ എന്ത്, എന്തിന്, എങ്ങനെ എന്നതിന് സംസ്ഥാന സർക്കാരും LDFും കേരയിൽ അധികൃതരും പറഞ്ഞത് തന്നെയാണ് ഇതും. കേരയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഇനി പറയൂ, കുറ്റി പറിച്ചത് ശരിയോ തെറ്റോ?